ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവശ്യം നമ്മുടെ വിദ്യാർത്ഥികൾ തോക്കൂ, ഇതാണ് കുറേ കൂട്ടുകാർക്ക് അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ എന്താണ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് മറ്റേത് സൈറ്റുകളെക്കാളും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റിസൾട്ട് വരുന്ന ടൈമിൽ. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ കയറി സെർച്ച് ചെയ്താലും മതി കേരള ബോർഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വരും. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ കാണിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർച്ച് കൊടുക്കുക, സെർച്ച് ബോർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരള ബോർഡ് എന്ന് കൊടുക്കുക. കേരള ബോർഡ് എന്ന് കൊടുക്കുമ്പോഴത്തേക്കും 10ൻ്റെ റിസൾട്ടും +2ൻ്റെ റിസൾട്ടും ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ഏതാണോ പഠിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം വേറെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. റിസൾട്ട് എന്ന് അവിടെ കിടക്കും. അത് കൊടുക്കുമ്പോഴത്തേക്കും ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞ സാധനം വരും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ തോക്കുന്നത് എന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതാൻ ചെന്നിരുന്നെന്ന് വെച്ചു, ആ വിദ്യാർത്ഥി പേപ്പറിൽ ഒന്നും എഴുതിയിട്ടില്ല, അതായത് ആൻസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എഴുതിയിട്ടില്ല, എല്ലാം തെറ്റാണ് എങ്കിൽ ടീച്ചറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏത് സാഹചര്യത്തിലാണ് ടീച്ചേഴ്സിന് മാർക്ക് തരാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടന്റുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം ആ ആൻസറിന് വേണം, അല്ലെങ്കിൽ അവിടെ മാർക്ക് ഒരിക്കലും ടീച്ചറിന് ഇട്ട് തരാൻ പറ്റത്തില്ല. കാരണം അവിടെ മാർക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ ടീച്ചറിനായിരിക്കും അവിടെ പഴി വരുന്നത്. അതും കൂടെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേര് കമൻറ്റ് ഇട്ടവരെ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും അത്യാവശ്യം പഠിക്കുന്നവരാണെന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. നിങ്ങളെ കമൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാലും നിങ്ങളുടെ റിസൾട്ടിനെ പറ്റിയുള്ള ആദികളൊക്കെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളും പറയുന്നത് വിദ്യാർത്ഥികളുടെ എണ്ണം തോക്കുന്നതിൽ കുറവാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കണമെന്ന് എന്തായാലും ആഗ്രഹം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ചിലർക്ക് എത്ര പഠിച്ചാലും തലയിൽ കയറില്ല, അത് അവരുടെ ഒരു നേച്ചറാണ്. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരെ മുദ്ര കുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴപ്പന്മാരെന്നാണ് അവരെ മുദ്ര കുത്തുന്നത്. അത് സ്വാഭാവികം, ഞാനും കേട്ടിട്ടുള്ളത് തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ ബ്രെയിൻ ഉണ്ട്. അപ്പോൾ അതങ്ങനെ വർക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അവരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ റിപ്പോർട്ടുകളുടെ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒറ്റവരുടെ എണ്ണം കുറവെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ എല്ലാ റിപ്പോർട്ടുകളും വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂട്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഉറക്കമൊന്നുമില്ല, ഇങ്ങനെ ഉറങ്ങാതിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ റിസൾട്ടൊന്നും അങ്ങനെ എന്തോന്നും മാറിപ്പോകാനൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ ആ ഒരു ദിവസത്തിൽ മാത്രം നിങ്ങൾ ഈ ടെൻഷൻ അടിച്ചാൽ ഒരു കുഴപ്പമില്ല. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം തന്നെയല്ല, ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്ക് എല്ലാ കെട്ടും അവിടെ അടങ്ങിക്കോളും. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് തന്നെ ഉണ്ടാവും. ഞാൻ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും നല്ല മാർക്ക് ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാം അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല മാർക്ക് ദൈവം തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറേ എണ്ണം വന്നിട്ട് പറയും ദൈവമില്ല നമുക്ക് മാർക്ക് ഇട്ട് തരുന്നത്. അങ്ങനെയല്ല, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ ഈ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ദൈവവിശ്വാസം ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. ഇത്രയുള്ളത്തെ വീഡിയോ. അപ്പോൾ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ആശ്വാസവും സമാധാനമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ കാര്യം നിങ്ങളെ കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ അവൻ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ അടുത്തു തരുന്നതായിരിക്കും.